ആയിക്കോട്ടെ ഓക്കെ. അതിലല്ലേ ഈ രണ്ടെണ്ണത്തിലല്ലേ ഉള്ളു. അത് ഉരുക്കി കഴിഞ്ഞെങ്കിൽ ആ മെഷീനിൽ വെച്ചാൽ അതിൻ്റെ ക്യാരറ്റ് ചെറിയ കിട്ടും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെയിറ്റ് അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റൊക്കെ നിങ്ങളോട് കമ്മിയാക്കി പറയണ്ടേ? ഏകദേശം ഒരു കമ്മി പറയണ്ടത് 10,500 എന്നുള്ളതിന് ചിലപ്പോൾ 10,200 അങ്ങനെ പറയണ്ടത്. ഇതാകുമ്പോൾ അതെല്ലാം എത്ര ഉള്ളതെന്ന് അതിന് കറക്റ്റായിട്ട് എടുക്കാം. ഇതിപ്പോ ഒരു ബൗളായിട്ട് വരും. കത്തിക്കുന്ന സമയത്ത് അഴുക്കൊക്കെ പോവും. അതിന്റെ മുകളിലാണ് കൂടി കിടന്നാണ് അഴുക്കല്ലേ? മറ്റേ നല്ല ലായനി പോലെ നിൽക്കണില്ലേ, അതാണ് ചെറിയ പോകേണ്ടത്. ശരിക്കുള്ള പോകേണ്ടതാണ് അഴുക്കാണ് പോകേണ്ടത്. അത് കരി പോലെ കത്തിപ്പോവും. അതിങ്ങനെ വെച്ചിക്കഴിഞ്ഞാൽ കുറേയൊക്കെ പോകും. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും? അത് പൂർണ്ണമായിട്ട് മാറ്റാനുണ്ട്, കാണുന്നുണ്ട്. അതെന്താ ശരിക്കുന്നത്? ഇതൊരു കെമിക്കലാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ പോകും. അത് മറ്റേ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെ പറഞ്ഞു തരാം, ഞാൻ മറന്നാൽ മതി. അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡാണ്. അത് കഴിയുമ്പോൾ അഴുക്ക് പോലെ ഈ ഒരു ഭാഗത്തേക്ക് നീങ്ങി അങ്ങനെ വരും. ഫുള്ളായിരുന്നു എല്ലാതും കളയണമെങ്കിൽ ആസിഡ് ചെയ്യണം. അത് ഇവിടെ ചെയ്യാനില്ല, അത് ഉണ്ടായില്ല, ഇവിടെ അല്ല. അത് ഇവര് മറ്റേ ഹെഡ് ഓഫീസിന്നേ ഒന്നായിട്ട് ഇതൊക്കെ കൂടെ ഉള്ളത് കൊണ്ടുപോയി. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിസ് അലുകാസിന് സ്വർണ്ണം കൊടുക്കാൻ വന്നപ്പോ പഴയത് ഉണ്ടായത് കൊടുത്തു മാറ്റാനാണ് കേട്ടോ. അപ്പൊ ഉള്ള വീഡിയോ ആണ്. പഴയത് അവരെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നതാണ്. ഇനിയിപ്പോ കമ്മലുകളുണ്ട്, ഒന്ന് ഇനിയിപ്പോ കമ്മലാണ് വയ്ക്കുന്നത്. ഇതൊക്കെ പഴയത് കൊടുത്ത് മാറ്റാനുള്ളതാണ്. ഇവിടെ പ്യൂരിറ്റി ചെക്ക് എന്ന് തന്നെ പറയാല്ലേ ശരിക്കും. പ്യൂരിറ്റി ചെക്ക് എന്ന് തന്നെ പറയാൻ ശരിക്കും. ഇതിനെ ഒരുക്കി അഴുക്ക് കളഞ്ഞ് അമോണിയത്തിൽ മുക്കി അതിനെ ഫുള്ളായിട്ട് ഒരു പൗ പോലെ ആക്കിയെടുക്കും. അതാണ് ഈ കാണുന്നത് കേട്ടോ. സ്വർണ്ണം ഇപ്പോൾ 95 സംതിങ് തന്നിട്ടുണ്ട്. ഓരോ നെല്ലടയും നമുക്കും അവർക്കും പ്രാധാന്യം തന്നെ ഉള്ളതാണ്. വെള്ളം തിന്നാണ് ശരിക്കും. അബ്ദുലിക്കാസിലേക്കാണ് നമ്മളത്. അതല്ലെങ്കിൽ കളർ ഇങ്ങനെ കിട്ടില്ല, ബ്ലാക്ക് ആയിട്ട് കിടക്കും അല്ലേ? അതില്ലാതിരിക്കാനായിട്ട് മുക്കിയിട്ട് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ? അത് പെട്ടെന്ന് ചെയ്യലോ. പൈപ്പ്
ഇടുന്നത്. അത് അങ്ങനല്ല, ഇത് അത്ര ഇല്ലല്ലോ, മറ്റേതാണ് കൂടുതൽ വെയിറ്റിനനുസരിച്ച് ടൈം. ഓക്കെ, ഇനി അതിനെ സൾഫ്യൂരിക് ആസിഡിലേക്ക് മാറ്റും. ഒരാൾക്ക് ഒരുമാതിരിയൊക്കെ കത്തിപ്പോകും. എന്നാൽ ഇതിലേനും ഇനിയും വേറെ ഇതുണ്ട്. സൾഫ്യൂരിക് ആസിഡിലേക്കാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് വെറും ഇത് കളയണമെങ്കിൽ ഇതില് സിങ്ക്, കോപ്പർ, അയൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശുദ്ധിയാക്കി കളയാം. മറ്റേ ആസിഡിങ് ചെയ്യണം. റിഫൈനറി ഇതിലപ്പോ കൈ പിടിക്കുന്നതിന് കുഴപ്പമില്ല, നേർപ്പിച്ച ലൈനിയാണ്. അതെ, ചേട്ടൻ കൈ കൊണ്ട് എടുത്താറും ചോദിച്ചത്. ആ വെള്ളങ്ങള് പോയ വഴി കണ്ടോ? കൈ കൊണ്ട് എടുക്കാത്ത എന്താ പറയുക, കുറെ ദിവസം എടുക്കുമ്പോ ഒരു കറുപ്പ് വരും. ഓക്കെ, അതുകൊണ്ടാ കൈ കൊണ്ട് എടുക്കാം. പിന്നെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൈ ഇട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും. നീറ്റിലായിരിക്കും, നല്ല നീറ്റിലായിരിക്കും. എല്ലാ ആഭരണങ്ങളാണ്, ആഭരണങ്ങളാണ് കാണുന്നത്. കൈ ഓക്കെ. കത്തിക്കുന്ന സമയത്ത് അഴുക്കൊക്കെ പോവും. അതിന്റെ മുകളിലെ കൂടി കിടന്നാണ് അഴുക്ക്. അഴുക്കല്ലേ? മറ്റേ നല്ല ലായനി പോലെ നിൽക്കണില്ലേ, അതാണ് ശരിക്കും പോകേണ്ടത്. ശരിക്കുള്ള പോകേണ്ടതാണ്. അഴുക്കാണ് പോകേണ്ടത്. അത് കരി പോലെ കത്തിപ്പോവും. അതിങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ പോകും. അതിന് പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും? അത് പൂർണ്ണമായിട്ട് മാറ്റാനുണ്ട്, കാണുന്നുണ്ട്. ഇതൊരു കെമിക്കലാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ പോകും. അത് മറ്റേ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെ പറഞ്ഞു തരാം, ഞാൻ മറന്നാൽ മതി. അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ആണ്. അത് കഴിയുമ്പോൾ അഴുക്ക് പോകുമല്ലേ? ഒരു ഭാഗത്തേക്ക് നീങ്ങി അങ്ങനെ വരും. ഫുള്ളായിരുന്നു എല്ലാതും കളയണമെങ്കിൽ ആസിഡ് ചെയ്യണം. ഇവിടെ ചെയ്യാനില്ല, അത് ഉണ്ടായില്ല, ഇവിടെ ഇല്ല. അതിവര് മറ്റേ ഹെഡ് ഓഫീസിന്നേ ഒന്നായിട്ട് ഇതൊക്കെ കൂടെ ഉള്ളത് കൊണ്ടുപോയി. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിസ് അലുക്കാസിന് സ്വർണ്ണം കൊടുക്കാൻ വന്നപ്പോൾ പഴയത് ഉണ്ടായത് കൊടുത്തു മാറ്റാനാണ് കേട്ടോ. അപ്പോൾ ഉള്ള വീഡിയോ പഴയത് അവരെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ കമ്മലുകളുണ്ട്, ഒന്ന് ഇനിയിപ്പോൾ കമ്മലാണ് കഴിക്കണം. ഇതൊക്കെ പഴയത് കൊടുത്ത് മാറ്റാനുള്ളതാണ്. ഇവിടെ പ്യൂരിറ്റി ചെക്ക് എന്ന് തന്നെ പറയാമല്ലേ ശരിക്കും? പ്യൂരിറ്റി ചെക്ക് എന്ന് തന്നെ പറയാൻ ശരിക്കും. ഇതിനെ ഒരുക്കി അഴുക്ക് കളഞ്ഞ് അമോണിയത്തിൽ മുക്കി അതിനെ ഫുള്ളായിട്ട് ഒരു പൗള് പോലെ ആക്കിയെടുക്കും. അതാണ് ഈ കാണുന്നത് കേട്ടോ. സ്വർണ്ണം ഇപ്പോൾ 95 സംതിങ് തന്നിട്ടുണ്ട്. ഓരോ നെല്ലുടെയും നമുക്കും അവർക്കും പ്രാധാന്യം തന്നെ ഉള്ളതാണ്. വെള്ളം തിന്നാണ് ശരിക്കും. സൾഫ്യൂരിക് നമ്മളത് അല്ലെങ്കിൽ കളർ ഇങ്ങനെ കിട്ടില്ല, ബ്ലാക്ക് ആയിട്ട് കിടക്കും അല്ലേ? അതില്ലാതിരിക്കാനായിട്ട് മുക്കിയിട്ട് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ? അത് പെട്ടെന്ന് ചെയ്യലോ. അത് അങ്ങനല്ല, ഇത് അത്ര ഇല്ലല്ലോ, മറ്റേതാണ് കൂടുതൽ വെയിറ്റിനനുസരിച്ച് ടൈം. ഓക്കെ, ഇനി അതിനെ സൾഫ്യൂരിക് ആസിഡിലേക്ക് മാറ്റും. ഒരാൾക്ക് ഒരുമാതിരിയൊക്കെ കത്തിപ്പോകും. എന്നാൽ ഇതിലേനും ഇനിയും വേറെ ഇതുണ്ട്. സൾഫ്യൂരിക് ആസിഡിലേക്കാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് വെറും ഇത് കളയണമെങ്കിൽ ഇതില് സിങ്ക്, കോപ്പർ, അയൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശുദ്ധിയാക്കി കളയാം. മറ്റേ ആസിഡിങ് ചെയ്യണം. റിഫൈനറി ഇതിലപ്പോ കൈ പിടിക്കുന്നതിന് കുഴപ്പമില്ല, നേർപ്പിച്ച ലൈനിയാണ്. അതെ, ചേട്ടൻ കൈ കൊണ്ട് എടുത്താറും ചോദിച്ചത്. ആ വെള്ളങ്ങള് പോയ വഴി കണ്ടോ? കൈ കൊണ്ട് എടുക്കാത്ത എന്താ പറയുക, കുറെ ദിവസം എടുക്കുമ്പോ ഒരു കറുപ്പ് വരും. ഓക്കെ, അതുകൊണ്ടാ കൈ കൊണ്ട് എടുക്കാം. പിന്നെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൈ ഇട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും. നീറ്റിലായിരിക്കും, നല്ല നീറ്റിലായിരിക്കും. എല്ലാ ആഭരണങ്ങളാണ്, ആഭരണങ്ങളാണ് കാണുന്നത്. കൈ ഓക്കെ. 10:30 10 മില്ലി പോയല്ലേ?